ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രദീപ് കൊടിസുനിയുടെ പോലീസ് സാന്നിധ്യത്തിലെ മദ്യപാനത്തിൽ കണ്ണൂർ എസ്.പിക്ക് പരാതി നൽകി കെ.എസ്.യു. പ്രതികൾക്ക് പ്രത്യേക ഇളവ് നൽകുന്നത് നിയമത്തെ അപമാനിക്കില്ലെന്നും കെ.എസ്.യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് കണ്ണൂരുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പോലീസ് മേധാവി പങ്കെടുക്കുകയും ചെയ്യും. മിഥില ബാലൻ വിവരങ്ങളുമായി ചേർന്നു. മിഥില, ടി.പി. ചന്ദ്രശേഖരൻ പ്രതികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അത് പരോളടക്കം, ജയിലിനകത്തിരുന്ന അവരുടെ പുറത്തെ അധോ സാമ്രാജ്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരങ്ങളടക്കം ഒരുപാട് വാർത്തകൾ വന്നതാണ്. അതിനിടയിൽ മദ്യപാനമൊക്കെ ചെറുതാണ്. ഈ പശ്ചാത്തലം റവാഡ പരിശോധിക്കുമോ കണ്ണൂരിലെത്തി? മിഥില. തീർച്ചയായും ആഷ്മി, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഒരു യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ടി.പി. വധക്കേസിലെ പ്രതി കൊടിസുനി മാഹി ഇരട്ട കൊലപാതക കേസിന്റെ വിചാരണയ്ക്ക് കോടതിയിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പരസ്യമായി പോലീസ് കാവൽ നിൽക്കെ മദ്യപിച്ചത്. ആ ഒരു സംഭവം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസ് കാവലിൽ നിൽക്കെ ഇത്തരത്തിൽ ഒരു പ്രതി മദ്യപിക്കുന്നു. മാത്രമല്ല, ഇത്തരം ഒരു സംഭവം ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും പോലീസ് കേസ് എടുക്കുന്നില്ല. പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത് ഒതുക്കി തീർക്കുന്നു. അത്തരം ഒരു പരാതി വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ KSU കണ്ണൂർ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം ഒരു സംഭവം വേദനാജനകമാണ്. പ്രതികൾക്ക് ഇത്തരം ഇളവ് നൽകാൻ പാടില്ല. അത് നിയമത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തുതന്നെയായാലും കൊടിസുനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അവരിപ്പോൾ പരാതി നൽകിയിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DGP കണ്ണൂരിലെത്തുമ്പോൾ ഇന്നത്തെ ആ കണ്ണൂരിലെ യോഗത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കൊടിസുനിയുടെ വിഷയം ഉൾപ്പെടെ ഇതുവരെ ഇത്തരത്തിൽ പ്രതികളെ പുറത്തു കൊണ്ടുപോകുമ്പോൾ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ DGPക്ക് മുന്നിൽ ഇന്ന് പോലീസിന് വിശദീകരിക്കേണ്ടി വരും. നിലവിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിയമോപദേശം തേടിയിട്ടുണ്ട്. നിയമോപദേശം കിട്ടുന്ന മുറയ്ക്കായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്ന ഒരു വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. ആഷ്മി. ഓക്കെ, മിഥില ബാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ വാർത്ത പുറത്തു വന്നതും അതിൻ്റെ CCTV പുറത്ത് വന്നതും ഒക്കെയാണ് പ്രശ്നമില്ല. എന്നുണ്ടെങ്കിൽ ആരും അറിയാതെ ഇരുചവി അറിയാതെ അങ്ങ് പോയേനെ. അങ്ങനെ ഇരുചവി അറിയാതെ പോകുന്ന കുറേയധികം സംഭവങ്ങളുടെ കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് പോയേനെ. ഇത് പുറത്ത് വന്നു, CCTV പുറത്ത് വന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കാതിരുന്നാൽ മോശമാണല്ലോ. അതുകൊണ്ടുകൂടിയാണ് റവാഡ അവിടെ എത്തിയതൊക്കെ പരിശോധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.